നമസ്കാരം. നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് വരുന്നത്. ഇതിനകത്ത് തന്നെയാണ് ഫിസിക്കൽ റിക്വിസിറ്റീസ് ഫോർ ദ ഇൻക്യുബേഷൻ. അതായത് എന്തൊക്കെയാണ് ഇൻക്യുബേഷന് വേണ്ടുന്ന സാധനങ്ങൾ. അതായത് ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, മുട്ട വിരിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ മെത്തേഡിനകത്ത് ഇൻക്യുബേഷൻ ആക്കണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, അതായത് ഇൻക്യുബേഷനും ഹാച്ചിങ് ഓഫ് പൗൾട്രി എഗ്സും, ഹാച്ചിങ് മീൻസ് മുട്ട വിരിയുന്നതിന് വേണ്ടിയിട്ടുള്ള 5 മേജർ ഫങ്ഷൻസ് ആണ് സാധാരണ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്രയും താഴെ പറയുന്ന ഈ 5 കാര്യങ്ങൾ, അഞ്ചെണ്ണവും നമ്മൾ എന്താണ് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്യുബേഷൻ, അതായത് മുട്ട വിരിയണമെങ്കിൽ കറക്റ്റ് 21 ദിവസം കഴിഞ്ഞിട്ട് മുട്ട വിരിഞ്ഞ് കുട്ടി ഉണ്ടാവണമെങ്കിൽ ഈ 5 ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. 5 ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ, അങ്ങനെ ഓർഡറിലൊന്നുമില്ല. Temperature, then humidity, then ventilation means oxygen and carbon dioxide level, then position of egg, turning of eggs. ഇത്രയും 5 ഫാക്ടേഴ്സ് ആണ് എന്തൊക്കെയാണ് നമുക്ക് ഇൻക്യുബേഷൻ ആവശ്യമായിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് എത്ര ടെമ്പറേച്ചറാണ്, എത്ര ഹ്യൂമിഡിറ്റി എന്നൊക്കെ ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒട്ടും നമ്മൾ വിട്ടുപോകാതെ വളരെ നന്നായിട്ട് പഠിക്കേണ്ട പോർഷനാണ്. അതിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. ടെമ്പറേച്ചർ തുടങ്ങാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടറാണ്. കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹാച്ചിങ് ഓഫ് ചിക്കനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, കാരണം അതായത് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ കൂടിയാലും ഒന്നും മുട്ട വിരിയത്തില്ല. ഇപ്പം തന്നെ നമ്മൾ കോഴിയുടെ കാര്യം പറഞ്ഞു, ബ്രൂഡിംഗ് ഹെൻ, നമ്മുടെ നാച്ചുറൽ മെത്തേഡിനകത്ത് ബ്രൂഡിംഗ് ഹെൻ എന്താണ്, ആ അമ്മയുടെ ടെമ്പറേച്ചർ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ ഇൻക്യുബേറ്ററിൽ. അമ്മ അങ്ങനെ അടയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മുട്ട വിരിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സിംഗിൾ ഫാക്ടർ ഫോർ ദ സക്സസ്ഫുൾ ഹാച്ചിങ് ഓഫ് ചിക്കൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇതെന്ന് പറയുന്നത് ഈ എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റിനെ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എംബ്രിയോ എന്തായി പോകുന്നെങ്കിൽ ഡെഡായി പോവും. ടെമ്പറേച്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോട്ട് ഓൺലി ഓൺ ഹാച്ചബിലിറ്റി ബട്ട് ഓൾസോ ഓൺ ദ ക്വാളിറ്റി ഓഫ് ഹാച്ച്. എന്ന് വെച്ചാൽ എന്താണ്, ടെമ്പറേച്ചറിന് ഹാച്ചബിലിറ്റി, മുട്ട വിരിയാൻ മാത്രമല്ല, പിന്നെന്തുവാണ്, ഓൺ ദ ക്വാളിറ്റി ഓഫ് ഹാച്ച്, അതായത് മുട്ട വിരിഞ്ഞ് വരുന്ന കുട്ടികളുടെ ക്വാളിറ്റിയെയും ഈ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുട്ട വിരിഞ്ഞെന്നിരിക്കും, പക്ഷേ കറക്റ്റ് ടെമ്പറേച്ചർ അല്ല എങ്കിൽ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. അതാണ് മീനിങ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ ടൈം ടേക്കൺ ഫോർ ഹാച്ചിങ്, പിന്നെന്താണ് എംബ്രിയോ സൈസ്, ദെൻ എംബ്രിയോ മോർട്ടാലിറ്റി ആൻഡ് വയബിലിറ്റി ഓഫ് ചിക്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നു. അതായത് ടൈം ടേക്കൺ ഫോർ ഹാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, സമയം 21 ദിവസം എന്നുള്ളത് ചിലപ്പോൾ നീണ്ടുപോയെന്നിരിക്കും നമ്മുടെ കറക്റ്റ് അല്ല എങ്കിൽ. പിന്നെ എംബ്രിയോ സൈസും അതുപോലെ തന്നെ കറക്റ്റ് അല്ല എങ്കിൽ എംബ്രിയോയുടെ സൈസ് ചെറുതായിരിക്കും. എംബ്രിയോ മോർട്ടാലിറ്റി മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടിയാലും ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിച്ചെന്നിരിക്കും. ആൻഡ് വയബിലിറ്റി ഓഫ് ചിക്സ്, വയബിലിറ്റി എന്ന് വെച്ചാൽ ആ ആക്റ്റീവായിട്ടുള്ള ചിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ അനുസരിച്ചിട്ടൊക്കെ എല്ലാത്തിനെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സ്പീഷീസ് ഓഫ് ബേർഡ്സ് വേരി ഇൻ ദ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് ഫോർ ഇൻക്യുബേഷൻ. അതായത് ഓരോ സ്പീഷീസ്, അതായത് ചിക്കൻ്റെ ടെമ്പറേച്ചർ വേറെയാണ് ഇൻക്യുബേറ്ററിൽ, ഡക്ക് വേറെയാണ്, ടർക്കി വേറെയാണ്, അങ്ങനെ ഓരോ സ്പീഷീസിനും ഓരോരോ ടെമ്പറേച്ചറാണ്, എല്ലാം ഒന്ന് തന്നെയല്ല. അപ്പോൾ ഇനി ഓപ്റ്റിമം ടെമ്പറേച്ചർ, ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഓപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ സെറ്റർ, ചിക്കൻ എഗ്സിന് സെറ്റ്. ഇനി സെറ്ററും ഹാച്ചറും ഉണ്ട്, രണ്ടെണ്ണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇൻക്യുബേറ്ററിൽ രണ്ടെണ്ണമാണുള്ളത്, അതായത് സെറ്ററും ഉണ്ട് ഹാച്ചറും ഉണ്ട്. 18 ദിവസം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സെറ്ററിലാണ്. മുട്ട വിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ 18 ദിവസം സെറ്ററിൽ വയ്ക്കുക. ബാക്കി 3 ദിവസം മാത്രമേ എവിടെ വെക്കുന്നുള്ളൂ, ഹാച്ചറിൽ വെക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സെറ്ററിലാണ് ആദ്യം നമ്മൾ വെച്ചിട്ട് മുട്ട വിരിയിക്കുന്നത്. ഹാച്ചറിലാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ 3 ദിവസം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ മുട്ട വിരിയാറാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഹാച്ചറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ടെമ്പറേച്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. സെറ്ററിലെ ടെമ്പറേച്ചർ എത്രയാണ്, 99.5 to 99.75 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് സെറ്ററിലെ ടെമ്പറേച്ചർ. ഹാച്ചറിലെ ടെമ്പറേച്ചറോ 98.5 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഹാച്ചറിലെ ടെമ്പറേച്ചർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. മനസ്സിലായല്ലോ? അടുത്ത ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി.
ഈ ഹ്യൂമിഡിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഹ്യൂമിഡിറ്റി മീൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമിഡിറ്റി മീൻസ് എന്താണ്? ആർദ്രത, അതായത് മോയ്സ്ചർ കണ്ടൻ്റാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ പോലെയുള്ള അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ദിസ് ഹ്യൂമിഡിറ്റി ഡിറ്റർമൈൻസ് ദ റേറ്റ് ഓഫ് മോയ്സ്ചർ ലോസ് ഫ്രം എഗ് ഡ്യൂറിങ് ഇൻക്യുബേഷൻ. അതായത് എത്രത്തോളം, അതായത് ഇൻക്യുബേഷൻ സമയത്ത് മോയ്സ്ചർ ലോസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു മുട്ടയുടെ ഷെല്ലിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മോയ്സ്ചർ ലോസ് പോറ് കൂടുതലാണെങ്കിൽ, അല്ലെ സുഷിരങ്ങൾ കൂടുതലാണെങ്കിൽ, എഗ് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് മോയ്സ്ചർ ലോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ഷൻ ഓഫ് ഹാച്ചിങ് എഗ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? നമ്മൾ ഒരുപാട് നല്ല മുട്ട, അതായത് ഗ്രേഡ് എ തന്നെ വേണം, ഷെല്ല് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു മോയ്സ്ചർ ലോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലേ? ഷെല്ലിൽ കൂടെ പോറുകളുണ്ട്, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മോയ്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് മോയ്സ്ചർ ലോസ് ഫ്രം ദ എഗ്. അതായത് എത്രത്തോളം മോയ്സ്ചർ ലോസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഇൻ ജനറൽ, ഹ്യൂമിഡിറ്റി റെക്കോർഡഡ് ആസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബൈ കമ്പയറിംഗ് ഹ്യൂമിഡിറ്റി റെക്കോർഡഡ് ഇൻ വെറ്റ് ബൾബ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അതായത് അത് നമ്മളിനി ഇൻക്യുബേറ്ററിൽ അടുത്ത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. വെറ്റ് ബൾബും ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇൻക്യുബേറ്ററിനകത്തുണ്ട്. അതിലാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇത് കണ്ടുപിടിക്കണമല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എത്രയാണ് ഇതാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് വെച്ചാൽ സെറ്ററിൽ എത്രയാണ് വരുന്നത്? 55 to 60% ആണ് സെറ്ററിൽ വരുന്നത്. 55 to 55 to 60%. ഹാച്ചറിൽ കുറച്ചും കൂടെ കൂടുതലാണ്. എത്രയാണ് വരുന്നത്? 65 to 75% ആണ് ഹാച്ചറിലെ ഹ്യൂമിഡിറ്റി. ഇത് രണ്ടും പഠിച്ചാലേ പറ്റുള്ളൂ. ഇനി ഹയർ ഹ്യൂമിഡിറ്റി, അതായത് ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? ഹാച്ചിങ് പീരീഡ് ഈസ് ഗിവൺ ടു അവോയ്ഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ചിക്സ്. അതായത് ഹ്യൂമിഡിറ്റി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ ഹാച്ചറിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 65 to 75% എന്ന് പറഞ്ഞു, കുറച്ച് കൂട്ടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? മുട്ട വിരിയാറായി. ഹാച്ചറിൽ നമ്മൾ മുട്ട വിരിയുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിക്സിന് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ വെള്ളം, ലോസ് ഓഫ് വാട്ടറാണ്, അല്ലേ? വെള്ളം നിർജീവീകരണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റ് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീഹൈഡ്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹ്യൂമിഡിറ്റി ഹാച്ചിങ് പീരീഡിൽ ഹാച്ചറിൽ 65 to 75% കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ slight errors in maintaining humidity in either setter or in hatcher will not be determined at fluctuations in temperature. അതായത് ചെറിയ രീതിയിൽ ഹ്യൂമിഡിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത്? മൂന്നാമത്തെ ഫാക്ടറാണ് വെന്റിലേഷൻ. അതായത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എന്ന് പറയും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ലെവലിനെയാണ് വെന്റിലേഷൻ ഇവിടെ പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ഹാച്ചേഴ്സ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഫ്രഷ് ഓക്സിജനേറ്റഡ് എയർ ഈസ് നീഡഡ് ഫോർ ദ റെസ്പിറേഷൻ ഓഫ് ഡെവലപ്പിംഗ് എംബ്രിയോസ് ഫ്രം എഗ് സെറ്റിംഗ് ടു റിമൂവൽ ഓഫ് ചിക്ക് ഫ്രം ദ ഇൻക്യുബേറ്റർ. അതായത് ഇത് വെന്റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കാര്യത്തിലായാലും വായു, അല്ലെ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എംബ്രിയോസിന് എന്ത് വേണം? നമുക്ക് ഓക്സിജൻ കൊടുത്താലേ പറ്റുള്ളൂ, ഇതുണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ഓക്സിജനേറ്റഡ് എയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ റെസ്പിറേഷൻ ഓഫ് ഡെവലപ്പിംഗ് എംബ്രിയോസ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് എന്ത് വേണം? ഈ ഓക്സിജനേറ്റഡ് എയർ ഉണ്ടായാലേ പറ്റുള്ളൂ, അല്ലേ? ഓക്സിജൻ നീഡ്സ് ആർ ലെസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് കമ്പയർഡ് ടു ലേറ്റർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. ആദ്യം എന്ത് ചെയ്ത് കുറവ് മതി, കാരണം ചിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് ദിവസം മതി. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിനകത്താണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ജനറലി ദ ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് ദ എയർ ഇൻ ദ സെറ്റർ റിമെയിൻസ് അറ്റ് അബൌട്ട് 21%. സെറ്ററിൽ എത്രയാണ് വരുന്നത്? 21%, 21% ഓക്സിജൻ ആവശ്യമാണ്. ഫോർ എവരി 1% ഡ്രോപ്പ് ഇൻ ഓക്സിജൻ ദർ ഈസ് എ 5% റിഡക്ഷൻ ഇൻ ഹാച്ചബിലിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഓരോ ശതമാനം ഓക്സിജൻ കുറയും തോറും എന്താ സംഭവിക്കുന്നത്? ഹാച്ചബിലിറ്റിയുടെ റേറ്റ് 5% കുറയുകയാണ് ചെയ്യുന്നത്. അതായത് മുട്ട വിരിയാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 1% കുറഞ്ഞാൽ പോലും, അതായത് 21% എന്നുള്ളത് 20% ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മുട്ട വിരിയാനുള്ള അതിൻ്റെ ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സെറ്ററിനകത്ത് നമുക്ക് എത്ര വേണം? 21% നമുക്ക് സെറ്ററിനകത്ത് അത്രയും ഓക്സിജൻ ഉണ്ടായാലേ നമുക്ക് പറ്റുള്ളൂ. അടുത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം.
Carbon dioxide, it is a natural byproduct of metabolic processes during embryo development and is released through the shell. അല്ലേ, സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബൈ പ്രോഡക്റ്റ് ആണ്. ഇവർ ശ്വസിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ആയാലും പുറത്തോട്ട് നമ്മൾ വിടുന്നതാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ ഈ എംബ്രിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ അകത്തോട്ട് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഷെല്ല് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറത്തോട്ട് പോകുന്നത്. ദ ടോളറൻസ് ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ദ ഫസ്റ്റ് 4 days ഇൻ ദ സെറ്റർ ഈസ് 0.3%. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടോക്സിനാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഷെല്ലിൻ്റെ ഇതിൽ കൂടെ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ 4 ദിവസം എത്രയാണ്, 0.3% ആണ് ടോളറൻസിൽ സഹിക്കാൻ പറ്റുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് എബവ് 0.5% ഇൻ ദ സെറ്റർ റെഡ്യൂസസ് ദ ഹാച്ചബിലിറ്റി. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ 0.5% കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, പിന്നെ ഈ ഹാച്ചബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലീതൽ അറ്റ് 5%. അവസാനം ലീതൽ മീൻസ് എന്താണ്, ഡേഞ്ചറസ് ആയിട്ടാവുന്ന 5% ആവുകയാണെങ്കിൽ വളരെ ഡേഞ്ചറായിട്ട് ചിക്സിന് ഡെത്ത് വരെ സംഭവിക്കും. ഇപ്പം നമ്മളിതിന് കാർബൺ ഡൈ ഓക്സൈഡ് പോയ്സണിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ എത്രയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയേ പാടുള്ളൂ, ആദ്യത്തെ 4 ദിവസങ്ങളിൽ 0.3% മാത്രമേ പാടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇനി 0.5% കൂടിയെന്നിരിക്കും. കാരണം കൂടുതൽ ഇത് പുറത്തോട്ട് പോകാതെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അതാണ് നല്ല ക്വാളിറ്റി എഗ്സ് നമ്മൾ മുട്ട എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുട്ടയിൽ നിന്ന് ഈ ഷെല്ലിൽ കൂടെ പുറത്തോട്ട് അധികം പോകുന്നില്ല എങ്കിൽ എബോവ് 0.5% ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഹാച്ചബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, മുട്ട വിരിയാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, വെന്റിലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടറാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് 4ാമത്തെ ഫാക്ടറാണ് പൊസിഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. 4ാമത്തെ ഫാക്ടർ പൊസിഷൻ ഓഫ് എക്സ്. പൊസിഷൻ മീൻസ് മുട്ട വയ്ക്കുന്ന, അതായത് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുന്ന പൊസിഷനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇറ്റ് ഷുഡ് ബി ഹെൽഡ് വിത്ത് ദെയർ ലാർജ് എൻഡ്സ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ലാർജ് എൻഡെന്ന് വെച്ചാൽ എന്താണ്, വലിയ എൻഡ്, ബ്രോഡ് എൻഡ്. ഇപ്പോൾ നമുക്ക് മുട്ടയ്ക്ക് ഓവൽ ഷേപ്പാണ്, ഒരു സൈഡിൽ എന്താണ് ബ്രോഡ് എൻഡും ഉണ്ട്, മറ്റേ സൈഡിൽ എന്താണ് ഷോർട്ട് എൻഡും ഉണ്ട്. അപ്പോൾ ഈ ബ്രോഡ് എൻഡ് അല്ലെങ്കിൽ ലാർജ് എൻഡാണ് എന്ത് ചെയ്യുന്നത്, മുകൾ ഭാഗത്ത് വരത്തക്കവണ്ണം മുട്ട എപ്പോഴും നമ്മൾ ഇൻക്യുബേറ്ററിൽ അങ്ങനെ മാത്രമേ വയ്ക്കാവൂ. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ ദ ഹെഡ് ഓഫ് ദ ചിക്ക് ടു ഡെവലപ്പ് ഇൻ ദ ലാർജ് എൻഡ് ഓഫ് ദ എഗ് നിയർ ദ എയർ സെൽ. അതായത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടിയുടെ ചിക്സിൻ്റെ ഹെഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എയർ സെൽ വഴി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് ഞാൻ വീഡിയോ ഇട്ട് തരാം. അതായത് ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് മുട്ട പൊട്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ മുട്ട പൊട്ടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ എയർ സെൽ പൊട്ടിച്ചിട്ട് വലിയ എൻഡിൻ്റെ, ബ്രോഡ് എൻഡിൻ്റെ അവിടെയാണ് ഈ ഹെഡ് വന്നിരിക്കുന്നത്, ചിക്സിൻ്റെ ഹെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഹെഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ബ്രോഡ് എൻഡിനെ ഇത് പൊട്ടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എയർ സെൽ വഴി പുറത്തോട്ട് ഹെഡ് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, വലിയ എൻഡ് മുകളിലായിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി എഗ് ഈസ് ഇൻക്യുബേറ്റഡ് വിത്ത് സ്മോൾ എൻഡ് അപ്പ് ആണെങ്കിലോ, അതായത് സ്മോൾ എൻഡാണ് മുകളിൽ വരുന്നതെങ്കിലോ എബൌട്ട് 60% എംബ്രിയോ വിൽ ഡെവലപ്പ് വിത്ത് ദ ഹെഡ് നിയർ ദ സ്മോൾ എൻഡ്. അതായത് ഒരു 60% മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കുട്ടികൾ തല അങ്ങനെ വരത്തുള്ളൂ, ബാക്കിയൊന്നും വിരിയത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പൊസിഷൻ എന്തായിരിക്കണം, ഈ ബ്രോഡ് എൻഡ് മുകൾ ഭാഗത്ത് വരത്തക്കവണ്ണം വേണം നമ്മൾ എപ്പോഴും ഇൻക്യുബേറ്ററിൽ വയ്ക്കാനായിട്ട്. താഴെ സ്മോൾ എൻഡ് ആണെങ്കിൽ ഒരു 60%, അതായത് ഇപ്പോൾ ഒരു 100 മുട്ട വെച്ചാൽ നമുക്ക് 60 മുട്ടയെ വിരിയാൻ പറ്റുള്ളൂ. സ്മോൾ എൻഡാണ് മുകളിൽ വെക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ദസ് വെൻ ദ ചിക്ക് ഈസ് റെഡി ടു ഹാച്ച് ഇറ്റ്സ് ബീക്ക് കനോട്ട് ബ്രേക്ക് ഇൻ ടു ദ എയർ സെൽ. അതായത് അവർ ഈ പിന്നെ ഹാച്ച് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബീക്കിന് ഇത് പൊട്ടിക്കാൻ പറ്റില്ല. എയർ സെൽ പൊട്ടിച്ചിട്ട് ഇനിഷ്യേറ്റ് ദ പൾമിനറി റെസ്പിറേഷൻ ആൻഡ് ഫ്രീക്വൻ്റ്ലി ദീസ് എംബ്രിയോസ് ഡു നോട്ട് ഹാച്ച്. അതായത് അങ്ങനെയും കൂടെ സ്മോൾ എൻഡാണ് വരുന്നതെങ്കിൽ ഈ എയർ സെല്ലിൽ കൂടിയാണ് ഇവർ പൊട്ടിച്ചിട്ട്, ബീക്കാണ് ആദ്യം വരുന്നത്, ബീക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മുട്ട പൊട്ടിക്കുന്നത്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് പുറത്തോട്ട് വരുമ്പോൾ ഈ എയർ സെല്ലിൽ കൂടെ ബീക്ക് പുറത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം എന്താണ് ഒരു കുട്ടി, ഇപ്പം നമ്മളുടെ മനുഷ്യക്കുട്ടികളായിട്ട് പുറത്തോട്ട് വരുമ്പോൾ അത് കരയാന്ന് വെച്ചാൽ ആദ്യം എന്താ അവിടെ നടക്കുന്ന, റെസ്പിറേഷൻ, ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ചിക്സ് എന്താ സംഭവിക്കുന്നത്, ഈ പിന്നെ ബീക്ക് പുറത്തോട്ട് വന്നിട്ട് പൊട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ റെസ്പിറേഷൻ, പൾമണറി റെസ്പിറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേ നേരെ തിരിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്പിറേഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് ബ്രോഡ് എൻഡ് എപ്പോഴും മുകളിലായിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി അണ്ടർ നോർമൽ കേസസ് എക്സ് ആർ സെറ്റ് വിത്ത് ബ്രോഡ് എൻഡ് അപ്പ് ഫോർ ഫസ്റ്റ് 18 days. ശ്രദ്ധിക്കുക, ആദ്യത്തെ 18 ദിവസം നമ്മൾ സെറ്ററിൽ പറഞ്ഞു, ആദ്യത്തെ 18 ദിവസം എങ്ങനെയാണ് വെക്കുന്നത്, ബ്രോഡ് എൻഡ് അപ്പായിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 3 days സെറ്ററിൽ, ഹാച്ചറിൽ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്, ഹൊറിസോണ്ടലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിൻ്റെ വീഡിയോ
നിങ്ങൾക്ക് തരാം. അപ്പോൾ ആദ്യത്തെ 10-18 ദിവസം ബ്രോഡ് എൻഡ് മുകളിലായിട്ട്, ലാസ്റ്റ് 3 ഡേയ്സിൽ എങ്ങനെയാണ് വരുന്നത്, ഹൊറിസോണ്ടലി ആയിട്ടാണ് വയ്ക്കുന്നത്. ഇനി ലാസ്റ്റ് പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ടേണിങ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ടേണിങ് ഓഫ് എക്സ്. ടേണിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേണിങ് മീൻസ് എന്താണ്, മുട്ട ഇങ്ങനെ തിരിക്കണം. തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാ സൈഡിലും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനകത്ത് ടേൺ ചെയ്യുന്ന 8 ടൈംസ് എ ഡേ, അതായത് 8 പ്രാവശ്യമെങ്കിലും, ഒരു ദിവസം 8 പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷനിൽ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ദിവസം 8 പ്രാവശ്യം. ഈ ടേണിങ് ഓഫ് എക്സ് ഡ്യൂറിങ് ഇൻക്യുബേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ അഡ്ഹറിങ് ടു ദ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആൻഡ് റെഡ്യൂസ് ദ എംബ്രിയോ മോർട്ടാലിറ്റി. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല, ഈ എംബ്രിയോ പറ്റിപ്പിടിക്കത്തില്ല. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനകത്ത് പറ്റിപ്പിടിക്കാതെ എംബ്രിയോ പറ്റിപ്പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ എംബ്രിയോ മോർട്ടാലിറ്റി, ഡെത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിക്കുന്നതാണ്. ഇപ്പോൾ എന്ത് സാധനമായാലും നമ്മൾ നല്ലോണം ഇളക്കുവാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ തിരിക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ മെംബ്രെയിനൊന്നും പറ്റിപ്പിടിക്കാതെ ഇവർ എംബ്രിയോ മോർട്ടാലിറ്റി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇനി ലാർജ് കൊമേഴ്സ്യൽ ഇൻക്യുബേറ്റേഴ്സിനകത്ത് എക്സ് ആർ ടേൺഡ് ഓട്ടോമാറ്റിക്കലി ഇൻ ഈച്ച് അവർ, അതായത് വലിയ വലിയ കൊമേഴ്സ്യൽ ഫാക്ടറീസിനകത്തൊക്കെ ഇൻക്യുബേറ്റേഴ്സിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഈ ഓരോ മണിക്കൂർ കഴിയുന്തോറും ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ചെയ്യും. നമ്മൾ മെക്കാനിക്കലി ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടേൺ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അതാണ് വലിയ കാരണം അതിന് വലിയ ഇൻക്യുബേറ്ററിന് ഭയങ്കര വിലയാണ് കേട്ടോ, 1 lakh 2 lakhs ഒക്കെ വരും. അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് കൊമേഴ്സ്യലാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായി, ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തുണി വാഷ് ചെയ്യുന്നില്ലേ, അതുപോലെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മുട്ട വെച്ച് കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ടേണിങ് ഒക്കെ നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ടേണിങ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ഹാച്ചർ. ഹാച്ചറിൽ എന്ത് വേണ്ട, ടേണിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. ഹാച്ചറിൽ ടേണിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് ടേണിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാര്യം എന്താ, ഇത് അവസാനമാണ് ഇവർ ടേൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ടേണിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മളുടെ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേറ്ററിൻ്റെ ഇതിനകത്താണ് നമ്മൾ വെറ്റ് ബൾബ്, തെർമോമീറ്റർ ഉണ്ട്, ഡ്രൈ ബൾബ്, ഇതിങ്ങനെ തുറന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ബൾബും ഉണ്ട്, ഇതുണ്ട്, നടുക്കാണ് ഫാൻ. നമ്മൾ പറഞ്ഞില്ലേ ഇതിനകത്ത് ഫാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഫാനിൻ്റെ കണ്ടില്ലേ 4 ലീഫ് പോലെ കാണിച്ചിരിക്കുന്നത് ഫാനാണ് ഈ നടുക്കുള്ള സംഭവം. പിന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് 1 2 എന്ന് കാണുന്നില്ലേ, ഇതൊക്കെയാണ് വെറ്റ് ബൾബ്, പിന്നെ ഡ്രൈ ബൾബ്, തെർമോമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വരയ്ക്കാനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. 1ഉം 2ഉം എന്താണ്, വെറ്റ് ബൾബ്, ഡ്രൈ ബൾബ്, തെർമോമീറ്റർ ആണ്. മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് 3 കാണുന്നില്ലേ, 3 എന്ന് പറയുന്നത് 3, 4 എന്ന് പറയുന്നത് ഹീറ്ററാണ്. 3 പ്രൈമറി ഹീറ്ററും 4 എന്ന് പറയുന്നത് സെക്കൻഡറി ഹീറ്ററാണ്. ഇത് ഇൻക്യുബേറ്ററിൻ്റെ അകത്താണ് കേട്ടോ, മുട്ട വച്ചിട്ടില്ല നമ്മൾ, അതിന് അകത്ത് തുറന്നിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്രിഡ്ജ് പോലെ വലിയൊരു സംഭവമാണ് കേട്ടോ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. പിന്നെ 5ാമത്തെയാണ് ഫാൻ കണ്ടില്ലേ, 4 ഇതൾ ഉള്ളതാണ് ഫാൻ എന്ന് പറയുന്നത്. 6ാമത്തെയാണ് ഗണ്ണി കർട്ടൻ എന്ന് പറയുന്നത്. അതായത് ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാക്ക് വെച്ചിട്ട് ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് എയറും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഗണ്ണി കർട്ടൻ വെച്ചിട്ടുണ്ട്. 7ാമത്തേതാണ് വാട്ടർ കൂളർ, മുകളിൽ കാണുന്നില്ലേ 7ൻ്റെ ഇതാണ് വാട്ടർ കൂളർ എന്ന് പറയുന്നത്. 8ാമത്തെയാണ് വർക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് കണ്ടോ, 8 ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് വർക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. 9ാമത്തെയാണ് എയർ കൂൾ എന്ന് പറയുന്നത്. എയർ കൂള് 9 ഇവിടെ 9 കാണിച്ചിട്ടില്ല അല്ലേ, എയർ കൂള്. ദെൻ 10ാമത്തെ കോണ്ടാക്റ്റ് തെർമോമീറ്റർ എന്ന് പറയും. 10 ഈ കണ്ടോ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് 10ാമത്തെ കോണ്ടാക്റ്റ് തെർമോമീറ്റർ. 11 കൺട്രോൾ പാനൽ എന്ന് പറയും. 11 കൺട്രോൾ പാനൽ. ഇന്ന് നിങ്ങൾ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ കൺട്രോൾ പാനൽ. 12ാമത്തെ എയർ ഔട്ട്ലെറ്റ്, ഇതാ പുറത്ത് കണ്ടില്ല എയർ ഔട്ട്ലെറ്റ്, അതിൻ്റെ ഡോറിലുള്ളതാണ് പുറത്തോട്ട് പോകാനുള്ളത്. 13 ഗ്ലാസ് വിൻഡോ കാണുന്നില്ലേ, ഗ്ലാസ് വിൻഡോ തുറക്കാനുള്ളത്. ദെൻ 14 ലോക്ക് കണ്ടില്ലേ, ലോക്ക് മീൻസ് നമ്മൾ ഫ്രിഡ്ജൊക്കെ അടയ്ക്കുന്ന പോലെ ലോക്കാണ്. 15ാമത്തെ എന്താണ്, സൈഡ് ഡോർ, 15 സൈഡ് ഡോർ. അപ്പോൾ ഇത്രയാണ് ഒരു ഇൻക്യുബേറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇൻക്യുബേറ്ററിൻ്റെ ഇതുവരെ നമ്മൾ പഠിച്ചതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് സംഭവം. ടെമ്പറേച്ചർ, ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്, അതിനകത്ത് ടെമ്പറേച്ചർ ഒരു വിട്ടുപോയി എടുക്കാനായിട്ട് സെറ്റർ ഹാച്ചറുമാണ്. ആദ്യത്തെയാണ് സെറ്റർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കിക്കോളാം കേട്ടോ, ടെക്സ്റ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സെറ്ററും ഹാച്ചറും എന്തോ ഒരു കുഴപ്പമുണ്ട്, പിക്ചർ വന്നതിനകത്ത് ടെക്സ്റ്റിനകത്ത് എല്ലാം ഇല്ല.
ടെക്സ്റ്റിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് നോക്കുക. അതിനകത്ത് എഴുതിയിട്ടുള്ളത് എത്രയാണ് ടെമ്പറേച്ചർ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല. സെറ്ററിൽ എത്രയാണ് 99 ഒരു ടേബിളാണ്. ഈ ടേബിൾ പഠിച്ചാലേ പറ്റുള്ളൂ. 99.5 to 99.75 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഹാച്ചറിൽ 98.5 ഡിഗ്രി ഫാരൻഹീറ്റ്. ഹ്യൂമിഡിറ്റി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്ററിൽ ഇവിടെ എഴുതിയിട്ടുള്ളൂ 55 to 60%. ഹാച്ചറിൽ എത്രയാണ് 65 to 75%. ടേണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്ററിലാണ് 6 to 8 ടൈംസ് പെർ ഡേ എന്ന് പറയുന്നത്. ഹാച്ചറിൽ എന്താണ് ദർ ഈസ് നോ ടേണിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്സിജൻ പെർസെൻറ്റേജ് സെറ്ററിൽ എത്രയാണ് 21%, ഹാച്ചറിൽ 21%. കാർബൺ ഡൈ ഓക്സൈഡ് പെർസെൻറ്റേജ് ബിലോ 0.5%, ഹാച്ചറിൽ ബിലോ 0.5%. ഇനി പൊസിഷൻ ഓഫ് എഗ് ഡ്യൂറിങ് ഇൻക്യുബേഷൻ ഇതിനകത്ത് സെറ്ററിൽ ബ്രോഡ് ആൻഡ് അപ്പാണ്, ഹാച്ചറിൽ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഇനി നമ്പർ ഓഫ് ഡേയ്സ് എഗ്സ് ആർ കെപ്റ്റ് ഇൻ ദ ഇൻക്യുബേറ്റർ എത്ര ദിവസമാണ്? സെറ്ററിൽ 18, മറ്റേ എത്രയാണ് 3 days. ക്ലിയർ ആയില്ല? അപ്പോൾ ഇത്രയാണ് സെറ്ററിലെ ടെമ്പറേച്ചർ. ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചാൽ